ഓ ക്രൂശിൽ കിടന്നപ്പോഴും കാലിലും വാണിയല്ല വേദന, നാശത്തിലായൊരൻ രക്ഷയ്ക്കാൻ ആശിച്ചതല്ലയോ ആരോദനം. ക്രൂശിൽ കിടന്നപ്പോഴും കാലിലും വാണിയല്ല വേദന, നാശത്തിലായ എന്റെ നാശത്തിലായൊരൻ രക്ഷയ്ക്കാൻ ആശിച്ചതല്ലയോ ആരോദനം. ചേർന്ന കരങ്ങൾ ഉയർത്തി പറഞ്ഞു, എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. പിതാവേ, ഞങ്ങൾ വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ വചനത്തിലൂടെ സംസാരിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമാകുന്ന ജ്ഞാനത്തെ, ദൈവിക ഉപദേശത്തെ, വെളിപ്പാടുകളെ കർത്താവ് വചനത്തിനകത്ത് എന്തൊക്കെ ഒരുക്കി വച്ചിരിക്കുന്നു അതെല്ലാം ഇന്ന് പകലിൽ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തരുമാറാകണം. വചനത്തിൻ്റെ വാതിലുകളെ പരിശുദ്ധാത്മാവ് തുറക്കട്ടെ. സംസാരിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമ്മൾ തുടർമാനമായിട്ട് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 18-19 വാക്യത്തിലാണ് നമ്മൾ വായിച്ചത്. നമ്മൾ ആ ഭാഗത്ത് അടുത്ത ആഴ്ചയിൽ ആ ഭാഗം പറഞ്ഞ് നമ്മൾ പ്രസംഗിക്കും. ആമേൻ. ഇന്നും കൂടെ 1-2 കാര്യങ്ങളോടും പറഞ്ഞ് ആ ഭാഗത്തേക്കൊന്ന് വരാം. ഞാനിങ്ങനെ ഭയങ്കര ഓർഡറായിട്ടാണ് ഇത് സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷേ പരിശുദ്ധാത്മാവ് ആ സമയങ്ങളിൽ എന്തൊക്കെയോ ഓർപ്പിച്ചു. നമ്മൾ ആ സമയത്ത് അങ്ങനെ പല സമയങ്ങളിലൂടെ കയറിപ്പോയി. എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു ഇത് നിങ്ങളുടെ ഉള്ളിൽ ഇതൊരു ബ്ലെസ്സിങ് ആയി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പാമ്പിനെയും തേളിനെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അവ ഒരിക്കലും നിങ്ങൾക്ക് ഒരു ദോഷവും ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, വരുത്തത്തില്ല എന്നുള്ള വാക്യമാണ് നമ്മൾ കഴിഞ്ഞ ഈ 6-7 ഞായറാഴ്ചയായിട്ട് ധ്യാനിച്ചുകൊണ്ടിരുന്നത്. ഇന്നും അതിനോടുള്ള ചേർന്നുള്ള ഭാഗത്തിൽ എന്തുകൊണ്ടാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം ഭൂമിയെ മനുഷ്യൻ ഉളവാകുന്നതിന് മുമ്പ് ഈ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും വെള്ളത്തിൻ്റെയും അധികാരം ചിലരുടെ മേൽ കൊടുത്തിരുന്നു. അതൊക്കെ ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ആമേൻ, സ്തോത്രം. അതിനെ ദൈവം തിരിച്ചു പിടിച്ചിട്ട് തൻ്റെ മനുഷ്യൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത്. നമ്മൾ പ്രത്യേകിച്ച് ഈ വിതയും കൊയ്ത്തും നടക്കുന്ന മേഖലയെന്ന് പറയുന്നത് ആകാശത്തല്ല വിതയും കൊയ്ത്തും നടക്കുന്നത്, വെള്ളത്തിൽ വല്ല വിതയും കൊയ്ത്തും നടക്കുന്നത്. അതെവിടെയാണെന്നറിയാമോ? ഭൂമി. ചേർന്ന് പറഞ്ഞാൽ ഭൂമി. സ്തോത്രം. ബൈബിളിനകത്ത് മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഭൂമി ഉള്ളിടത്തോളം കാലം വിതയും കൊയ്ത്തും നടന്നുകൊണ്ടേയിരിക്കും. ചേർന്ന് പറഞ്ഞാൽ ഭൂമി ഉള്ളിടത്തോളം കാലം വിതയും കൊയ്ത്തും നടന്നുകൊണ്ടിരിക്കും. ഭൂമി ഉള്ളിടത്തോളം കാലം വിതയും കൊയ്ത്തും നടന്നുകൊണ്ടിരിക്കും. ഈ വിത കൊയ്ത്ത് എന്ന് പറയുന്ന ആ 2 വാക്കുകൾ എപ്പോഴാണ് തുടങ്ങിയെന്ന് ചോദിച്ചാൽ പാപം ചെയ്തതിന് ശേഷമാണ് നാം സംഭവിക്കുന്നത്. നിങ്ങൾ കേട്ടെ, പാപം ചെയ്തതിന് ശേഷമാണ് വിതയും കൊയ്ത്തും എന്ത് ചെയ്യുന്നത്, സംഭവിക്കുന്നത്. അതുവരെയും അവർക്ക് ആവശ്യമുള്ളതെല്ലാം, ആദത്തിനും ഹവ്വയ്ക്കും ആവശ്യമുള്ളതെല്ലാം ദൈവം എന്ത് ചെയ്തുകൊണ്ടിരുന്നു, അവിടെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നു. ഒന്നിനും ഒരു കുറവും ഇല്ലായിരുന്നു, അല്ലേ? ഒന്നിനും ഒരു കുറവും ഇല്ലായിരുന്നു. എന്നാൽ പാപം ചെയ്ത് ഏദൻ തോട്ടത്തിനകത്തുനിന്ന് അവർ പുറത്താക്കപ്പെടുമ്പോഴാണ് സ്തോത്രം അവർ കഷ്ടപ്പെടാൻ വേണ്ടി തുടങ്ങിയത്. ഭൂമിയെ വിതയ്ക്കാനുള്ള ക്രമീകരണത്തിൽ ഒരുക്കാൻ തുടങ്ങിയത്. ഭൂമിക്കകത്ത് വിത്ത് വിതച്ചതും നന്മ അനുഭവിച്ചതുമൊക്കെ അതിനുശേഷമാണ്. ഈ ഒരു ഭാഗത്തെ നമ്മൾ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ഒന്നിച്ച് ചില വാക്കുകൾ ധ്യാനിക്കാൻ വേണ്ടി ഒരുങ്ങുന്നു. ചിലപ്പോൾ ബെറിന് ഇതിനകത്തൊന്ന് കണക്റ്റ് ആകാൻ ഒരല്പം പാടുപെടുമായിരിക്കും. ശ്രദ്ധിച്ചിരിക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. ഹോശിയ പ്രവചനങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 2-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചിരുന്നു. ആ കാലത്ത് ഞാൻ ഉത്തരം നൽകും. ചേർന്ന് പറഞ്ഞ് യഹോവയായ ദൈവം പറയുന്നൊരു കാര്യമാണ്. അക്കാലത്ത് ഞാൻ ഉത്തരം നൽകുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. അടുത്തത്, ഞാൻ ദൈവത്തിൻ്റെ മറുപടി എവിടെയൊക്കെ കൊടുക്കും? ഞാൻ ആർക്ക് ഉത്തരം നൽകും? ആകാശത്തിന്
ആമേൻ, അതെന്നുള്ളതിന് പകരം പറഞ്ഞേ ആകാശം ഭൂമിക്ക്. ഒന്ന് പറഞ്ഞേ, ദൈവം ആകാശത്തിന് ഉത്തരം നൽകും, ആകാശം ഭൂമിക്ക് ഉത്തരം നൽകും. അടുത്ത വാക്ക്, ഭൂമി ധാന്യത്തിനും വീഞ്ഞിനും എണ്ണയ്ക്കും ഉത്തരം നൽകും. അവയെന്ന് പറഞ്ഞ ഏതൊക്കെ? ധാന്യവും വീഞ്ഞും എണ്ണയും ആർക്കുത്തരം നൽകും? ഇസ്രായേലിന് ഉത്തരം നൽകും. ഇസ്രായേലിൻ്റെ ചോദ്യത്തിന് ഉത്തരം തരുന്ന ഒരു റൂട്ടാണ് പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഈ റൂട്ടിനെ പറ്റി പറഞ്ഞ് വേറെ വഴിക്ക് പോയി. അത് കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ച് ഏതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓൺലൈനിലുണ്ടായിരുന്നല്ലേ? താങ്ക് യു. ഓഫ്ലൈനിലുള്ളവർക്ക് ഇപ്പം മനസ്സിലാകാതുള്ളൂ. കർത്താവ് അനുഗ്രഹിക്കുമാറാട്ടെ. ഏദോം എന്ന് പറയുന്ന രാജ്യത്തിലൂടെ ദൈവം ഇസ്രായേൽ മക്കൾക്ക് വെള്ളം കൊടുത്ത ദൈവം ഉത്തരം നൽകിയ വിധമാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പ്രസംഗിച്ചത്. സ്തോത്രം. അതൊന്ന് ചേർന്ന് പറഞ്ഞ ഈ വാക്ക് ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞു. 21-ാമത്തെ വാക്യം, സഭ ഒന്നിച്ച് ഇതിനകത്തിരിക്കുന്ന എല്ലാവരും. കുട്ടപ്പനോടോ എന്നെടുത്തോ. ആമേൻ, സ്തോത്രം. ആമേൻ. ഇനി ഇതേ ഇവിടെ ഒന്ന് കൊച്ചപ്പനോട് ഇരുന്നു. ഫുൾ ടൈം കീബോർഡായിട്ട് നോക്കിയിരുന്നു കേട്ടോ. ആമേൻ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, ആ 21-ാമത്തെ വാക്യം എന്ന് വെച്ചാൽ ആ കാലത്ത് യഹോവ ഉത്തരം നൽകുമെന്ന് ആരോട് ചേർന്ന് പറഞ്ഞ്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ കേൾക്കുക തന്നെയല്ല, അവൻ ഉത്തരം നൽകുന്ന ദൈവമാണ്. ചേർന്ന് പറഞ്ഞ്, ദൈവത്തിൻ്റെ പ്രത്യേകത, ഞാൻ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ എന്തു ചെയ്യും? അയ്യോ, അതൊരു ഭയങ്കരം കാര്യമാണ്. ഉത്തരം നൽകുന്ന ദൈവം. ഓ, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. ചേർന്ന് പറഞ്ഞ്, ഉത്തരം നൽകുന്ന ദൈവം, ഉത്തരം നൽകുന്ന ദൈവം. വാ തുറന്ന് ഒരിക്കൽ കൂടി പറഞ്ഞ്, ഉത്തരം നൽകുന്ന, മറുപടി നൽകുന്ന ദൈവം. ചേർന്ന് പറഞ്ഞ്, മറുപടി നൽകുന്ന. ഈ പാട്ട് പാടി, ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത ചേർന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ വാ തുറന്നു പറ, എൻ്റെ ദൈവം ഉത്തരം നൽകുന്ന ദൈവമാണ്. നമ്മൾ ഇപ്പോൾ കേരളത്തിൽ നിന്ന് കേൾക്കുന്ന ഒത്തിരി പാട്ടുകളുണ്ട്, ഓൺലൈനിൽ പറയാൻ പറ്റത്തില്ല. സ്വർണ്ണമല്ല എൻ്റെ ദൈവം, വെള്ളിയല്ല എൻ്റെ ദൈവം മരമല്ല എൻ്റെ ദൈവം, മറ്റൊന്നുമല്ല. എൻ്റെ ദൈവം ജീവനുള്ള ദൈവമാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ ഉത്തരം നൽകുന്ന. വിശ്വസിക്കാമെങ്കിൽ ആ വാ തുറന്ന് പറ, ഈ 2026 കൊയ്ത്തിന് ഉത്തരം നൽകുന്ന ഒരു ദൈവം, നിന്റെ സംസാരത്തിനും നിന്റെ ചോദ്യത്തിന് മറുപടി നൽകുന്ന ദൈവം ഇന്ന് രാത്രിയിലും ഈ പകലിലും ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹലോ, നിങ്ങൾ വിശ്വസിക്കുന്നോ ഉത്തരം നൽകുന്നൊരു ദൈവം ഉണ്ടെന്ന്? നിങ്ങൾ വിശ്വസിക്കുന്നു ഉത്തരം നൽകുന്നൊരു ദൈവം ഉണ്ടെന്ന്? നിങ്ങൾ വിശ്വസിക്കുന്നു ഉത്തരം നൽകുന്നൊരു ദൈവം ഉണ്ടെന്ന്? നേരത്തെ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ എന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കി. 1994 ഞാൻ മരണകരമായ രോഗം പിടിച്ച് ഒരിക്കൽ പോലും തിരികെ വരത്തില്ലെന്നും പറഞ്ഞ് ഡോക്ടറെ എന്നെ ഉപേക്ഷിച്ച് വീട്ടിൽ പറഞ്ഞു വിട്ടതാണ്. പക്ഷേ അതിനകത്തുനിന്ന് ഈ 2026 ഞാൻ കർത്താവിനെ ഉയർത്തുമ്പോൾ എനിക്കൊരൊറ്റ മറുപടിയേ ഉള്ളൂ. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ പ്രത്യേകതയല്ല 5-6 മാസം ഹോസ്പിറ്റലിൽ കടന്ന് ഞാൻ എടുത്ത ട്രീറ്റ്മെന്റിന്റെ പ്രത്യേകതയല്ല, ഉത്തരം നൽകുന്ന, മറുപടി നൽകുന്ന ഒരു ദൈവത്തെ എനിക്ക് നല്ലവണ്ണം അറിയാം. വിശ്വസിക്കാമെങ്കിൽ വാ തുറന്ന് പറ, മറുപടി തരുന്ന ഒരു ദൈവത്തെ അറിയാം. അത് രുചിച്ചറിഞ്ഞവരുണ്ടെങ്കിൽ, ഉത്തരം നൽകിയത് രുചിച്ചറിഞ്ഞവരുണ്ടെങ്കിൽ അവരുടെ സ്തോത്രം ഒന്ന് ഞാൻ കേൾക്കട്ടെ. ഇങ്ങനെ മിണ്ടിയാ പോരല്ലോ. ഉത്തരം അറിഞ്ഞവർ രുചിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സ്തോത്രം ഒന്ന് വാ തുറന്ന്. ഹല്ലേലൂയ. എല്ലാവർക്കും അറിയാം. എനിക്കൊന്ന് ഷെറിൻ സിസ്റ്ററും ബെറിനും അറിയത്തില്ല. ദയായിരിക്കുന്ന മൊട്ടത്തല ആമേൻ, സ്വത്രം ബിനോയ് ചായ ആമേൻ. 15 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഒരു മനുഷ്യന്, 15 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല, ചികിത്സകളെല്ലാം അവസാനിച്ചു. ഇപ്പോൾ ഓടി നടക്കുന്നു. ബാക്കി എന്തിയെ ഇന്ന് കൈ പൊക്കിക്കേ. ബിനോയ് ചാൻ്റെ പിള്ളേരെല്ലാം കൂടെ കൈ പൊക്കിക്കേ. 1, 2, 3 കുഞ്ഞുങ്ങളെ 15 വർഷത്തിന് ശേഷം ഞാൻ ആവർത്തിച്ച് പറയാം, ആമേൻ, സ്തോത്രം. തലമുറ ഉണ്ടാകത്തില്ലെന്ന് കേരളത്തിലെ ഒട്ടമിക്ക ഡോക്ടർമാരും ഒരുപോലെ വിധി എഴുതിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ അധികം സമയമൊന്നും വേണ്ട. വിശ്വസിക്കാമെങ്കിൽ വാ തുറന്നു പറ, ഈ ബിനോയ് ഷാന് വേണ്ടി പ്രവർത്തിച്ച ദൈവം എൻ്റെ മറുപടി, എൻ്റെ ചോദ്യത്തിനുള്ള മറുപടി, എനിക്കുള്ള ഉത്തരം തരാതിരിക്കത്തില്ല. ഈ കൊയ്ത്തിന്റെ പ്രത്യേകത, ഇത് ഉത്തരങ്ങളുടെ സമയമാണ്. ഞാൻ ഈ ഫെബ്രുവരി മാസം ഞാൻ ഇങ്ങനെ പറയാം, ദൈവം നിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി തരുന്ന സമയമാണ്.
നിങ്ങൾക്ക് കേൾക്കാമെങ്കിൽ കേക്ക്. ഈ ഫെബ്രുവരി മാസം 28 ദിവസമേ ഉള്ളൂ. ഈ വർഷത്തിലെ ഏറ്റവും നമ്പർ കുറഞ്ഞ മാസമാണ്. ഇപ്പോൾ ഓൾറെഡി 8 ദിവസം കംപ്ലീറ്റ് ആയി. അടുത്ത 20 ദിവസത്തിനകത്ത് ഞാൻ നിങ്ങളെ നോക്കി പ്രൊഫസി ചെയ്യുന്നു. നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അടുത്ത 20 ദിവസത്തിനകത്ത് ഈ ദൈവം നിന്റെ പക്കൽ. വിശ്വസിക്കാമെങ്കിൽ ആ വായുകളെല്ലാം തുറന്ന് ചില മിനിറ്റുകൾ ആ വചനത്തെ സ്വീകരിച്ച് കരങ്ങളൊക്കെ ഒന്ന് അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഉത്തരങ്ങളുടെ ദൈവം, മറുപടിയുടെ ദൈവം, മറുപടി തരുന്ന ദൈവം. നിങ്ങളത് വിശ്വസിക്കുക. ആമേൻ, ആമേൻ. എൻ്റെ ദൈവം മറുപടി നൽകുന്ന ദൈവമാണ്. നിങ്ങൾ ചിന്തിച്ചോ, ദൈവം മൗനതയിലുള്ളതാണ്, മിണ്ടാത്ത ദൈവമാണെന്നാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. നമ്മൾ ഒത്തിരി ദൈവങ്ങളെ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ എന്ന് പറയുന്നത് ദൈവങ്ങളുടെ രാജ്യമാണ്. പ്രത്യേകിച്ച് കേരളം പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നാണ്. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്നത് 33 കോടിയിലധികം ദൈവങ്ങളുള്ള രാജ്യമെന്നാണ് ഇന്ത്യ അറിയപ്പെടുന്നത്. പക്ഷേ ഈ 33 കോടി കൂടി ദൈവങ്ങളുള്ളതിൻ്റെ നടുവിൽ ആ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി പറ, നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, ഞാൻ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത. ഞാനൊരു മതത്തെ അല്ല ഇവിടെ പറയുന്നേ, ഞാനൊരു പ്രസ്ഥാനത്തെ അല്ല ഇവിടെ പറയുന്നേ. ജീവനുള്ള ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ പേരാണ് യേശു ക്രിസ്തു. ആ ദൈവം പറയുന്നു, ഞാൻ ഉത്തരം നൽകും. എനിക്ക് ഭയങ്കര ധൈര്യമാണ് ആ വാക്ക് പറയാൻ. ഉത്തരം നൽകുന്ന ദൈവം, ഉത്തരം നൽകുന്ന ദൈവം. നിങ്ങൾക്ക് ഏതെങ്കിലും ചോദ്യം, ഉത്തരവാർക്കാ വേണ്ടേ? പറഞ്ഞ ഉത്തരവാർക്കാ വേണ്ടേ? ചോദ്യങ്ങളുള്ളവർക്കല്ലേ ഉത്തരം വേണ്ടേ? ഞാൻ ചോദിക്കട്ടെ, ചോദ്യങ്ങളുള്ളവർ ആരാ ഉള്ളേ? നിങ്ങൾക്ക് ആർക്കും ഇല്ലേ? ഞാൻ 2 കൈ പോയി നിറച്ച് ചോദ്യ. ചോദ്യങ്ങളുള്ള ആരാ ഉള്ളത് ഇതിനകത്ത്? അവരാദ്യം ഒന്ന് കൈ ഉയർത്തിക്കേ. അവരെ നോക്കിക്കൊണ്ട് പറയാ, ഉത്തരം നൽകുന്നൊരു ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. ചോദ്യങ്ങളുള്ളവർക്കാണ് മറുപടി തരേണ്ടത്. ചോദ്യങ്ങൾക്കുള്ള ഉത്തരം. വാവ്. ഒരു മോനെ ഒരു വാക്യം വായിച്ചേ. രാജാക്കന്മാരുടെ പുസ്തകം, ഫസ്റ്റ് കിങ് 10 verse 10, chapter 10, ഫസ്റ്റ് കിങ്. ഇത് മറക്കരുത്, ഇത് ഞാൻ തിരിച്ചു പറയണം ഇവിടെ. ഫസ്റ്റ് കിങ് chapter 10 verse 3 and 4. 2. ഷേബ എന്ന് പറയുന്ന ഒരു ക്യൂൻ ശലോമോൻ്റെ അടുക്ക വരുന്നു. ശലോമോൻ ഇസ്രായേലിൻ്റെ രാജാവായി. തൊട്ടടുത്ത രാജ്യത്തിലെ ആൾക്കാർ പോലും ശലോമോൻ്റെ ജ്ഞാനത്തെപ്പറ്റി കേട്ടു. ശലോമോൻ്റെ ജ്ഞാനത്തെപ്പറ്റി കേട്ടു. ഓക്കെ, ഇത് കേട്ടിട്ട് അവനെ പരീക്ഷിക്കാൻ വേണ്ടി വന്നു. ആ രണ്ടാമത്തെ പാട്ട് വായിച്ചേ, 2:ന്റെ രണ്ടാമത്തെ. അവൾ ശലോമോൻ്റെ അടുക്കൽ വന്ന ശേഷം തൻ്റെ മനോരഥമൊക്കെയും, ഈ മനോരഥം എന്ന് പറയുന്ന വാക്ക് അവൻ്റെ മനസ്സിലുള്ളതെല്ലാം ആരോട് പറഞ്ഞു? ശലോമോനോട് പ്രസ്താവിച്ചു. ശലോമോനോട് പറഞ്ഞു. എല്ലാജയ്ക്കോട് പറഞ്ഞോ? ശലോമോനോട് പറഞ്ഞു. അടുത്ത വാക്ക് അവളുടെ. അപ്പം ഈ മനോരഥത്തിനകത്ത് മുഴുവനും നിങ്ങൾ കേട്ടെ, ശേബ എന്ന് പറയുന്ന രാജ്ഞിയുടെ മനോരഥത്തിനകത്ത് മുഴുവനും ചോദ്യങ്ങളായിരുന്നു. അതായി 3-ാമത്തെ വാക്യം പറയുന്നത്, അവളുടെ സകല ചോദ്യങ്ങൾക്കും ശലോമോൻ എന്തു പറഞ്ഞു? എനിക്ക് ഉത്തരം പറഞ്ഞു എന്നുള്ള വാക്കിനേക്കാളും ഇഷ്ടം സമാധാനം പറഞ്ഞെന്നാ. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. ശലോമോൻ കൊടുത്തത് മലയാളത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, എനിക്കൊന്നും ചിലപ്പോൾ നിങ്ങളുടെ ഇരിക്കുന്ന ഇംഗ്ലീഷ് വേർഷനകത്തെല്ലാം അവൻ ആൻസർ ചെയ്തെന്നുള്ളതായിരിക്കാം. പക്ഷേ മലയാളത്തിനകത്ത് എഴുതിയിരിക്കുന്നു, അവൻ എന്തു പറഞ്ഞു? വാ തുറന്ന് പറഞ്ഞു, എൻ്റെ ചോദ്യങ്ങൾക്ക് സമാധാനം. നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ചോദ്യങ്ങൾക്ക് ഉത്തരവുമുണ്ട്, സമാധാനവുമുണ്ട്. ഒന്നുകൂടെ പറഞ്ഞേ, ചോദ്യത്തിന് എന്നാ ഉണ്ട്? ദിയമോളെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന് ആൻസർ പറഞ്ഞാൽ പോരെ. പക്ഷേ ശലോമോൻ കൊടുത്തത് എന്താണെന്നറിയാമോ? പറഞ്ഞേ, സമാധാനം. ഈ പകൽക്കാലം കർത്താവ് പറയുന്നു, ഞാൻ ആൻസർ അല്ല പറയാൻ പോകുന്നത്. അതൊരു വെളിപ്പാടാണ്. ഞാൻ നിനക്ക് ഉത്തരമല്ല തരാൻ പോകുന്നത്, സമാധാനം തരാൻ പോകുന്നു. ഈ വാക്കിനെ ഞാൻ അങ്ങ് കൽപ്പിക്കാൻ പോവുക. ദൈവം നിന്റെ വീട്ടിനകത്തേക്ക് ഉത്തരമല്ല തരാൻ പോകുന്നത്, സമാധാനം തരാൻ പോകുന്നു. ദൈവം നിന്റെ വീട്ടിനകത്തേക്ക് ഉത്തരമല്ല തരാൻ പോകുന്നത്. ഉത്തരത്തിനും സമാധാനത്തിനും 2 പ്രത്യേകതകളുണ്ട്. ഞാനൊന്ന് പറയാം, നിങ്ങൾക്ക് കേൾക്കാൻ തയ്യാറാണോ? ചോദിച്ച ചോദ്യങ്ങൾക്ക്
രഞ്ജു ബ്രദറെ, ചോദിച്ച ചോദ്യങ്ങൾക്ക് എന്താണ് വേണ്ടത്? ചോദ്യത്തിന് എന്താണ് വേണ്ടത്? ആൻസർ, ഉത്തരം വേണ്ട അല്ല ബെറിനെ. പക്ഷെ ശലോമോൻ കൊടുത്തത് സമാധാനം. നമ്മൾ നോക്കുമ്പോൾ ഒരേ മീനിങ്ങിനകത്താണ്. പക്ഷേ എൻ്റെ പ്രാർത്ഥനയിൽ കർത്താവ് എന്നോട് പറഞ്ഞു ഉത്തരവും സമാധാനവും രണ്ടും രണ്ടാടാ. എന്നോട് എൻ്റെ പ്രാർത്ഥനയിൽ കർത്താവ് എന്നോട് പറഞ്ഞു നിങ്ങൾ നോക്കുമ്പോൾ മീനിങ് ശരിയാണ്, പക്ഷേ ഒരല്പം വ്യത്യാസമുണ്ട്. ഞാനൊരു കൊച്ചുദാഹരണം പറയാം, ഒരു കുഞ്ഞുദാഹരണം. എന്നിട്ടെന്താ പറയുന്നത്? സാജൻ ബ്രദർ ദൈവത്തോട് അങ്ങ് പ്രാർത്ഥിക്കുക. ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ, അല്ല അദ്ദേഹത്തിൻ്റെ ഒരു ഭയങ്കര ആഗ്രഹമാണ്, ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നൊരു മനുഷ്യനാണ്. ഒരിക്കലും അങ്ങനെ ഉണ്ടാകത്തില്ല. പക്ഷേ ഞാനൊരു ഒരു ഉദാഹരണം. അദ്ദേഹം ചോദിക്കുകയാണ്, കർത്താവ്, എനിക്ക് നാളത്തേക്കിനുള്ള ആഹാരം എനിക്ക് വേണം, എവിടെ നല്ല ആഹാരം കിട്ടും? ചിലർ ചോദിക്കത്തില്ലേ ഈ ഐപാഡ് എവിടെ നിന്ന് കിട്ടും? ഉടനെ ഞാൻ പറയുന്നു, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങളെ ഐപാഡ് ബിയൂല എന്നോട് ചോദിക്കുകയാണ്, പാസ്റ്റർ ഈ ഐപാഡ് എവിടെ നിന്നാണ് കിട്ടിയേ? അപ്പം ആപ്പിൾ സ്റ്റോറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ ആൻസർ കൊടുത്തു, ശരിയല്ലേ? ആപ്പിൾ സ്റ്റോറി എന്ന് പറഞ്ഞാൽ. പക്ഷേ ബിയൂലയ്ക്ക് ആപ്പിൾ സ്റ്റോറി പോയി ഇത് വാങ്ങാനുള്ള നിവൃത്തിയില്ല. പക്ഷെ ഞാൻ ചെയ്തത് എന്നാണെന്നറിയോ? ഇതങ്ങ് കൊടുക്കുക, ഇത് ഞാൻ അങ്ങോട്ട് കൊടുക്കുക, ചുമ്മാതെയാ, ഇത് ഞാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തിയുടെ ആഗ്രഹമായിരുന്നു ഐപാഡ്. മനുഷ്യർ മുഴുവൻ കൊടുക്കുന്ന മറുപടി ആപ്പിൾ സ്റ്റോറിൽ നിന്ന് കിട്ടും, കറീസിൽ നിന്ന് കിട്ടും. പക്ഷെ ദൈവം തരുന്ന മറുപടി ഇതങ്ങോട്ട് തരും. ആൻസറും ഉത്തരവും സമാധാനവും തമ്മിലുള്ള പ്രത്യേകത മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? നിന്റെ ചോദ്യത്തിന് ഉത്തരം തരാൻ 100 പേര് കാണും. നിന്റെ ചോദ്യത്തിന് ഉത്തരം തരാൻ 100 പേര് കാണും. വിൻസൻ ബ്രദറെ, നിന്റെ ചോദ്യത്തിന് ഉത്തരം തരാൻ 100 പേര് കാണും. അത് സാമ്പത്തിക വിദഗ്ധർക്കും നിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ പറ്റും. ഡോക്ടർമാർക്ക് നിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ പറ്റും. ഗൂഗിളിന് നിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ പറ്റും. ഇപ്പോഴത്തെ പുതിയ ആപ്പ് ഉണ്ടല്ലോ, ചാറ്റ് ജിപിടിക്ക് നിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ പറ്റും. പക്ഷെ സമാധാനം നൽകാൻ ഗൂഗിളിന് പറ്റത്തില്ല, ഡോക്ടറിന് പറ്റത്തില്ല, സാമ്പത്തിക വിദഗ്ധന് പറ്റത്തില്ല, സിഎക്കാരന് പറ്റത്തില്ല, ഡോക്ടറിന് പറ്റത്തില്ല, ലോകത്തിലെ ഒരുവനും സമാധാനം തരാൻ പറ്റത്തില്ല. യേശു പറഞ്ഞൊരു മറുപടി ഉണ്ട്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇന്ന് പകൽക്കാലം പറഞ്ഞു, എനിക്ക് ഉത്തരം വേണ്ട, എനിക്ക് ഉത്തരത്തിന്റെ സീസൺ കഴിഞ്ഞു, സമാധാനത്തിന്റെ സീസൺ. നിങ്ങൾക്കത് മനസ്സിലായെങ്കിൽ ഇങ്ങനെ ഇരുന്ന് കേൾക്കത്തില്ല. വാ തുറന്ന് പറ, വാ തുറന്ന് പറ, 2026 ഞാൻ സമാധാനം കാണും, 2026 ഞാൻ ഉത്തരം കേൾക്കുമെന്ന്. ബ്രദറെ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന് നിങ്ങൾ എന്നെ ഉത്തരം കണ്ടെത്തിയതാ, 23 തന്നെ ഉത്തരം കണ്ടെത്തിയതാ. പക്ഷെ അതൊന്ന് സോൾവ് ചെയ്ത് അതിനകത്തൊന്ന് ജയിക്കാനാ പാടുപെടുന്നേ. വിൻസൻ ബ്രദറെ, നമുക്ക് ഉത്തരം നേരത്തെ കിട്ടിയതാ. അത് നല്ല കഴിവുള്ളവരും പ്രാപ്തിയുള്ളവരൊക്കെ ഉത്തരം നൽകിയെന്നേ. പക്ഷെ തമ്പുരാൻ പറയുന്നു, ഞാൻ നിനക്ക് ഉത്തരവല്ല നൽകാൻ പോകുന്നേ. മനസ്സിലായെങ്കിൽ ആ വാ തുറന്നു ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഹാർവസ്റ്റിന്റെ പ്രത്യേകത, ഹാർവസ്റ്റ് എന്ന് പറയുന്നത് ഉത്തരത്തിന്റെ സീസൺ അല്ല, സമാധാനത്തിന്റെ സീസൺ. ഹാർവസ്റ്റ് എന്ന് പറയാൻ നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. ഇനി ഇത് പറയാതെ ഞാൻ ആ വാക്യത്തിലേക്ക് കയറത്തില്ല. ഈ സാധനം ക്ലിയർ ചെയ്താൽ പെട്ടെന്ന് നമുക്കിപ്പോൾ നമ്മൾ വായിച്ച സ്തോത്രം ഹോശിയ പ്രവചനത്തിലെ വാക്യം പെട്ടെന്ന് മനസ്സിലാകും. പറഞ്ഞേ, ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് നോർമൽ, പക്ഷെ ദൈവം തരാൻ പോകുന്നത്, ഈ വാക്കൊന്നും സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ച്, ദൈവം നിനക്ക് സമാധാനം തരാൻ പോകുന്നു. ബിനോച്ച, എന്താന്ന് കാര്യം മനസ്സിലായോ? ഉത്തരം എന്ന് പറഞ്ഞാൽ ആർക്കും ചെയ്യാൻ പറ്റും അല്ലേ? നീ ചോദിച്ച ചോദ്യത്തിന്, ജോബി ചോദിച്ച ചോദ്യത്തിന് എന്നെ നിനക്ക് ഉത്തരം കിട്ടിയതാ. പക്ഷെ അതൊന്നും സോൾവ് ചെയ്യാനല്ല പറ്റാത്തേ. ഇന്ന കാര്യങ്ങൾ ചെയ്താൽ, വീടിന് വേണ്ടി പോയി, അയ്യോ 100 പേര് നമുക്കതിനുള്ള എന്നൊക്കെ ചെയ്യണമെന്ന് നമുക്ക് കിട്ടിത്തന്നു. ഇന്ന സൈറ്റിൽ പോകണം, ഇന്ന സോളിസിറ്ററിനെ കാണണം, ഇന്ന ബാങ്കിൽ പോകണം. അയ്യോ 100 ആൻസർ കിട്ടി. പക്ഷേ ഈ ആൻസർ കിട്ടിയാൽ വീട് വാങ്ങേണ്ടവന് സമാധാനമാകുമോ? വീട് വാങ്ങുന്നതിന് സ്വസ്ഥതയാകുമോ?
വീട് വാങ്ങുന്നതിന് സ്വസ്ഥതയാകത്തില്ല, വീടിൻ്റെ കീ കൈ കിട്ടുമ്പോൾ സ്വസ്ഥതയാകുന്നു. തമ്പുരാൻ പറയുന്നു, ഞാൻ മറുപടി തരികയല്ല ചെയ്യാൻ പോകുന്നേ, ഞാൻ ചില കാര്യത്തിന് മേൽ സമാധാനം തരാൻ പോകുന്നു. നസ്രന യേശുവിൻ്റെ നാമത്തിൽ ഈ ഇൻക്രൈസ്റ്റ് ചർച്ചിനകത്ത്, ഈ കുടുംബത്തിനകത്ത് നിന്നുകൊണ്ട് ആത്മാവിൽ പ്രസ്താവിക്കുന്നു. ഇതിനെ സ്വീകരിക്കാൻ പറ്റുന്നവർ ആ ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് സ്വീകരിക്കുക. നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരമല്ല ദൈവം തരാൻ പോകുന്നത്, നിനക്കുള്ള സമാധാനം, നിനക്കുള്ള സമാധാനം. ആ വാ തുറന്ന് പറഞ്ഞ് സമാധാനം, സമാധാനം, ആമേൻ, സമാധാനം, സമാധാനം. ആമേൻ. ആത്മാവിന്റെ ഫലത്തിലെ രണ്ടാമത്തെ അല്ലേ? ആമേൻ. ഇന്നത്തെ ക്ലാസ് അതായിരുന്നു, രാവിലെ സ്റ്റെഫി എടുത്ത ക്ലാസ് അതായിരുന്നു. ആമേൻ. സന്തോഷം, ജോയ്, പീസ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് വാ തുറന്ന് പറഞ്ഞേ, എന്റെ ചോദ്യത്തിനുള്ള ഉത്തരമല്ല തരാൻ പോകുന്നേ, സമാധാനം. അതങ്ങനെ സംഭവിക്കട്ടെ. റാല കാറ്റാമ. ഇന്ന് പകൽ ആ വാക്കിനെ ഒന്ന് സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞേ, ഈ 2026 നിന്റെ സമാധാനത്തിന്റെ ഇയറാണ്. ഇത് സമാധാനത്തിന്റെ വർഷമാണ്, കൊയ്ത്തിന്റെ വർഷമാണ് ഇത്. ഇന്ന് പകൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കരങ്ങളൊക്കെ ഒന്ന് ചേർത്തടിച്ച് ഇതിനെ ഒന്ന് സ്വീകരിച്ചുകൊണ്ട് പറ, ഇത് ഉത്തരം കേൾക്കുന്ന. എല്ലാ വർഷത്തെ പോലെ ഈ 2026 നിന്നെ വിട്ടു പോകത്തില്ല. ഈ വർഷം നീ സമാധാനം കണ്ടെത്തും. 25 നീ ഉത്തരം കണ്ടെത്തി, 24 നീ ഉത്തരം കണ്ടെത്തി, 2023 നീ ഉത്തരം കണ്ടെത്തി. ഡോക്ടർമാർ നിന്നോട് ഉത്തരം പറഞ്ഞു, സാമ്പത്തിക വിദഗ്ധർ നിന്നോട് ഉത്തരം പറഞ്ഞു, പ്രാപ്തിയും അറിവുള്ളവർ ഉത്തരം പറഞ്ഞു. ഇപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചവർ എത്ര പേരുണ്ട് ഇവിടെ? ഉത്തരം ലഭിച്ചവർ. എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം ലഭിച്ച എനിക്ക് ഒത്തിരി ഉത്തരങ്ങൾ ഇരിപ്പുണ്ട്. പക്ഷെ കർത്താവ് പറഞ്ഞു, ഞാൻ ഉത്തരവല്ല തരാൻ പോകുന്നത്. ഉത്തരം ആർക്ക് പറയാൻ പറ്റും സിസ്റ്ററേ? സിസ്റ്ററേ, ഞാൻ ഈ വാക്ക് പറയുന്നത് മനസ്സിലാവുന്നു? ആർക്കൊക്കെ ഉത്തരം തരാൻ പറ്റും? നിൻ്റെ ഏത് പ്രശ്നമാണെങ്കിലും ഡോക്ടറിന് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരം തരാൻ പറ്റും. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം സ്വപ്നം കണ്ട് ഇന്നലെ ആരോടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, കോഴിക്കോട്, കേരളത്തിൽ കോഴിക്കോട് മാത്രമേ ഉള്ളൂ AI ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ഉണ്ട്. നിന്നെ തലമുടി തൊട്ട് നാഗം വരെ, അല്ലേ? ആരാ പറഞ്ഞത്? ഞങ്ങളിങ്ങനെ ഫുൾ ബോഡി ചെക്കപ്പിനെ പറ്റി പറഞ്ഞു. കോഴിക്കോട് ഏതൊരു ഹോസ്പിറ്റൽ, കേരളത്തിൽ അവിടെ മാത്രമേ ഉള്ളൂ തലമുടി തൊട്ട് നരയ്ക്കാനുള്ള കാരണം തൊട്ട് കാലിൻ്റെ വെള്ളയുടെ കളർ പോകാനുള്ള കാരണം വരെ. അതിനകത്ത് കണ്ണുണ്ട്, മൂക്കുണ്ട്, പല്ലുണ്ട്, ത്വക്കുണ്ട്, സ്തോത്രം, ശരീരമുണ്ട്, ഹാർട്ടുണ്ട്, ലിവറുണ്ട്, ബ്ലഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതിനെല്ലാം ഉത്തരം തരാൻ പറ്റത്തുള്ളൂ. പക്ഷെ സൗഖ്യം തരാൻ പറ്റുമോ? അപ്പോൾ സൗഖ്യം തരാൻ ആർക്കേ പറ്റത്തുള്ളൂ? ഡോക്ടറിന് ഉത്തരം തരാൻ പറ്റും, റീസൺ ഇതാണ്. മനുഷ്യന് ഉത്തരം തരാൻ പറ്റും, റീസൺ ഇതാണ്. ഇന്ന പ്രശ്നത്തിന് ഉത്തരം തരാൻ പറ്റും, ഗൂഗിളിന് ഉത്തരം തരാൻ പറ്റും, റീസൺ ഇതാണ്. ഒരിക്കൽ പോലും ഒരു ഗൂഗിളും നിനക്ക് സമാധാനം തന്നിട്ടില്ല. ഒരിക്കലും ഒരു മനുഷ്യന് പോലും സമാധാനം തന്നിട്ടില്ല. പക്ഷെ ഞാൻ ഈ തിരുവെഴുത്തെടുത്ത് ഉയരത്തിൽ ഞാൻ ഉയർത്തിക്കൊണ്ട് ഞാൻ വിശ്വാസത്തോടെ വാ തുറന്ന് പ്രസ്താവിക്കുന്നു, നിന്റെ ചോദ്യങ്ങൾക്കുള്ള സമാധാനം, നിന്റെ ചോദ്യങ്ങൾക്കുള്ള സമാധാനം. നിന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം, തമ്പുരാന് നിന്റെ മുമ്പിൽ മറപൊരുളായി നിൽക്കുന്നതൊന്നുമില്ല. വിശ്വസിക്കാമെങ്കിൽ ആ വായികളെല്ലാം തുറന്ന് നിന്റെ ചോദ്യത്തിനുള്ള മറുപടി എൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ, അത് ഉത്തരമായിട്ടല്ല സമാധാനമായിട്ട് നിൽക്കുന്നു. ഇത് കൈ നീട്ടി അതിനെ സ്വീകരിക്കുക. നിനക്കുള്ള സമാധാനത്തെ ഇതാ വരുന്നു. നിന്റെ സമാധാനം, നിന്റെ സമാധാനം. യെരുശലേമേ, യെരുശലേമേ, നിന്റെ സമാധാനത്തിനായിട്ടുള്ളത് നീ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. നിനക്ക് ഉത്തരവെല്ലായിടത്തും അറിയാം, പക്ഷെ സമാധാനത്തിനായിട്ടുള്ളത്. യെരുശലേമിനോട് വിളിച്ച് പറ, യെരുശലേമേ, യെരുശലേമേ, നീയും നിന്റെ സമാധാനത്തിനായുള്ളത്. സഭ ഇന്ന് ചർച്ച എന്ന് പറയുന്നത്, ദേശത്തൊരു ചർച്ച ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 10 പേര് കൂടുന്നതിനല്ല ചർച്ച എന്ന് ഞാൻ പറയുന്നത്. ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മളിങ്ങനെ ഒരു കൂടിവരവുണ്ട്. 2 വർഷത്തിന് മുമ്പ് ഒരിക്കലും ഇവിടെ ഒരു ചർച്ച് വേണ്ട എന്ന് ചിന്തിച്ചതാ. പക്ഷേ ഇതിനകത്ത് ഒരു ചർച്ചും കൂടെ ഉണ്ടാകുക എന്നുള്ളതല്ല. ഒത്തിരിയിടത്ത് ഉത്തരം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നടുവിൽ നടക്കാൻ പോകുന്നത് സമാധാനം നടക്കും. മറപൊരുളായിരിക്കുന്ന ഒന്നുമില്ല. ദൈവം ചില കാര്യങ്ങളെ തീർപ്പ് കൽപ്പിക്കുമെന്ന്. ഉത്തരങ്ങൾ വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഉത്തരങ്ങൾ ഇന്ന് പകൽക്കാലം ഇറങ്ങി വരട്ടെ. ചില മറുപടികൾ, സമാധാനങ്ങൾ വരട്ടെ. ചില സമാധാനങ്ങൾ
യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്നത് പോലെയല്ല. എൻ്റെ സമാധാനം ആർക്കും എടുക്കാൻ പറ്റത്തില്ല. ഇന്ന് പകൽ നിന്റെ വീട്ടിനകത്ത് ഉത്തരമല്ല സിസ്റ്റർ വരാൻ പോകുന്ന സമാധാനം. മനസ്സിലായോ? സമാധാനം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് സമാധാനം കിട്ടുന്നത്? പറഞ്ഞേ, ആ കാര്യത്തിന് സൊല്യൂഷൻ ഉണ്ടാകുമ്പോൾ, സോൾവ് ഉണ്ടാകുമ്പോൾ. സോൾവ്, ഉത്തരം കിട്ടുക എന്ന് പറയുന്നത് സൊല്യൂഷൻ്റെ ഉത്തരം കിട്ടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയാൽ ഉത്തരം കിട്ടും. പക്ഷേ ഇതുവരെ എനിക്ക് ഇങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല. തിയറി കിട്ടി. പക്ഷേ ഇതുവരെ ആ കാര്യത്തിനകത്ത് ആർക്കും അങ്ങനെ നല്ലൊരു അഡ്വൈസ് കിട്ടിയ ഒത്തിരി പേരുണ്ടല്ലേ. എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്തെല്ലാം കഴിക്കണം, എന്തെല്ലാം കഴിക്കരുത്. ഇപ്പം പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ തന്നെ ഇത്ര സമയത്ത് രാവിലെ എഴുന്നേൽക്കണം, ഇന്ന വൈകിട്ട് ഇന്ന സമയത്ത് പഠിക്കണം, ഇന്ന സബ്ജക്റ്റ് പഠിക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ തിയറിയിൽ നമുക്ക് ഒത്തിരി അറിവുകൾ കിട്ടി. പക്ഷേ അത് ഉത്തരമാണ് സിസ്റ്ററെ. കർത്താവ് ശക്തമായിട്ട് നിന്നോട് പറയുന്നു, ഞാൻ തരുന്നത് ഉത്തരമല്ല, ദൈവം സമാധാനം തരും. ഈ രാജ്യത്ത് നീ സമാധാനം അനുഭവിക്കും. ഈ രാജ്യത്ത് നീ സമാധാനം കാണും. ഇതിനകത്ത് ബിസിനസ്സിനകത്ത് കൈവച്ച ചില പ്രിയപ്പെട്ടവരുണ്ട്, വെക്കാനുള്ളവരുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളെ നോക്കിക്കൊണ്ട് പറയുന്നു, നിനക്ക് ഉത്തരമല്ല ദൈവം തരാൻ പോകുന്നത്, സമാധാനം തരാൻ പോകുന്നു. നിനക്കറിയാം അതെങ്ങനെ ചെയ്യണമെന്ന്. പക്ഷേ ഈ എന്താ എന്നെ മേട്ടിലെ പശു എന്നാ പുല്ല്, അങ്ങനെ ഒരു വേടുണ്ടല്ലോ, പുസ്തകത്തിലെ പശു പുല്ല് തിന്നത്തില്ലെന്നോ, മേട്ടിലെ പശു. ആമേ സ്തോത്രം. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ നീ നന്മ അനുഭവിക്കും, നിങ്ങൾ നന്മ അനുഭവിക്കും. ചേർന്ന കരങ്ങൾ ഉയർത്തി. ഇനിയും നമ്മൾ ആ ഹോശേയ പ്രവചന പുസ്തകത്തിലേക്ക് വന്നേ. ഞാൻ മനസ്സിലായെന്ന് ഓർത്ത് ഞാൻ മുമ്പോട്ട് പോവാ. പറഞ്ഞേ, എനിക്ക് ഉത്തരം വേണോ സമാധാനം വേണോ? ചേർന്ന് ഷൗട്ട് ചെയ്തെന്ന് പറഞ്ഞേ, ഉത്തരം വേണോ സമാധാനം വേണോ? സമാധാനം. വിനോജ, ഉത്തരം വേണോ സമാധാനം വേണോ? സോബി, നമുക്ക് ഉത്തരവല്ല വേണ്ടേ, സമാധാനം വേണം. വായിച്ചേ ഹോശേയ പ്രവചന പുസ്തകത്തിലേക്ക് വന്നേ. ആ കാലത്ത് ഞാൻ ഉത്തരം നൽകുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ ദൈവം ആർക്കാ മറുപടി കൊടുക്കാൻ പോകണമെന്നറിയാമോ? നമ്മളിവിടെ വായിക്കുമ്പം കാണുന്നത് ഒരു ഇങ്ങനെ റൂട്ട് കാണുക. ആദ്യം ഭൂമി, ആകാശം, പിന്നെ ഭൂമി, പിന്നെ ഭൂമിയിലുള്ള ധാന്യം, വീഞ്ഞ്, എണ്ണ, അതിന് ശേഷമാണ് ഇസ്രായേലിൽ. പക്ഷേ ചോദിച്ചത് ആരാന്നറിയാമോ? ഏറ്റവും അവസാനത്തെ 22ാമത്തെ വാക്യം മോനെ പ്ലീസ്. അലൻ, അവ ഇസ്രായേലാണ് ചോദിച്ചേ. ഇസ്രായേലിൻ്റെ ചോദ്യത്തിന് ദൈവം മറുപടി കൊടുക്കുന്ന വഴിയാണ് നമ്മൾ വന്നത്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഇസ്രായേൽ ചോദിച്ചു, കൊടുത്ത മറുപടി ദൈവം ആർക്കാദ്യം കൊടുത്തു? ആകാശത്തിനോട് പറഞ്ഞു, നീ പോയി ഇടപെടാൻ പറഞ്ഞു. ആകാശം ഭൂമിയിലേക്ക് ആൻസർ ചെയ്യാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും വേണം. അതെവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ഇനി നിങ്ങൾ ഈ സീരിയസ് ആയിക്കേ. ധാന്യവും വീഞ്ഞും എണ്ണയും ഇസ്രായേൽ മക്കൾക്ക് വേണം. അത് മുള വരേണ്ടത്, അത് ഉളവാകേണ്ടത് എവിടെയാണ്? നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, ഭൂമിയിലാണ്. പക്ഷേ ഈ ഭൂമിയിൽ ഉളവാകണമെങ്കിൽ ഭൂമി മാത്രം വിചാരിച്ച കാര്യങ്ങൾ നടക്കത്തില്ല. ആമേൻ, സ്തോത്രം. ഈ ഭൂമിയിൽ ഒരു കാര്യം ഉളവാകുന്നുവെങ്കിൽ ബൈബിൾ പഠിപ്പിക്കുന്നത് പോലെ ഒരു യഥാർത്ഥ കർഷകൻ എന്ത് ചെയ്യുമെന്നറിയാമോ? താൻ വിത്ത് വിതച്ചതിന് ശേഷം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഇരുന്ന് നിലവിളിക്കും. എന്തിനാ നിലവിളിക്കുന്നതെന്നറിയാമോ? തക്കയളവാകുന്ന, പറഞ്ഞ തക്കയളവ്, ചേർന്ന് പറഞ്ഞ തക്കയളവ്. വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ വലിയ 2018 നടന്ന പോലത്തെ വെള്ളമാണ് ദൈവം തരുന്നു വിടുന്നത്. അത്രയും വെള്ളം വേണം, എല്ലാം പോകും. തക്കയളവ്, ചേർന്ന് പറഞ്ഞ തക്കയളവ്, പറഞ്ഞു തക്കയളവ്, റൈറ്റ്? ചേർന്ന് പറഞ്ഞ തക്കയളവ്. എനിക്ക് ആവശ്യമുള്ളത് എൻ്റെ വീട്ടിൽ വരേണ്ടത് അപ്പുറത്തെ വീട്ടിൽ പോകത്തില്ല. അത് ചേർന്ന് പറഞ്ഞേ. നമ്മുടെ നാട്ടിലെ പോസ്റ്റ് ഓഫീസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാണെന്നറിയാമോ?
ഇപ്പറയുള്ള വരേണ്ട ലെറ്റർ മുഴുവൻ അങ്ങപ്പുറത്തെ വീട്ടിൽ വിടും, അപ്പുറം വരേണ്ടത് മുഴുവൻ ചേർന്ന് പറഞ്ഞ എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത. ആമേൻ, സ്തോത്രം. റൂം നമ്പർ 22 വരേണ്ടത് റൂം നമ്പർ 23 പോകത്തില്ല. ചേർന്ന് പറയാമോ? എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത. എൻ്റെ വീട്ടിൽ വരേണ്ടത് അപ്പുറം എങ്ങും. ഒന്ന് വാ തുറന്ന് പറഞ്ഞു, എൻ്റെ കൈ വരേണ്ടത് അടുത്തയാടെ കയ്യിൽ. എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകതയാണ് തക്ക സമയത്ത് തക്ക അളവിൽ ദൈവം കാര്യങ്ങൾ ചെയ്യും. അഡ്രസ്സ് മാറത്തില്ല. വാ തുറന്നു, ആത്മാവിൽ വാക്ക് തുറന്ന് പറഞ്ഞേ, നിന്റെ അഡ്രസ്സ് എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. അഡ്രസ്സ് മാറത്തില്ല. നിനക്കാവശ്യമുള്ളതൊക്കെ ഹല്ലേലൂയ. ഏലിയാവ് ഒരു കൊടുങ്കാട്ടിൽ ഒളിച്ചിരിക്കുക. കൊടുങ്കാട്ടിൽ ദൈവം ഏലിയാവിനെ പോഷിപ്പിച്ചത് എങ്ങനെയാ? അതിൻ്റെ റീസൺ നിങ്ങൾക്കറിയോ? എന്തിനാണ് കാക്ക അയച്ചേ? ഒരു രാജ്യം മുഴുവനും ബില്ലാദനെ പിടിക്കാൻ നടന്നതുപോലെ, വീരപ്പനെ പിടിക്കാൻ നടന്നതുപോലെ ഒരു രാജ്യം മുഴുവനും ഈ ഏലിയാവിനെ പിടിക്കാൻ നടക്കുക. കൊട്ടാരത്തിനകത്തുള്ള പുള്ളിയുടെ പേര് അല്ലല്ല, അത് ആഹാബ്. സ്വന്തം കൊട്ടാരത്തിനകത്ത് ഏലിയാവിനോട് ഫേവർ കാണിച്ചൊരു മനുഷ്യനുണ്ട്. ഓക്കെ, ഇവൻ ഫുഡ് കൊണ്ടുപോയി കൊടുത്താൽ ഒരു ദിവസം അല്ല 2 ദിവസം കൊണ്ട് ഇവനെ പിടിക്കും. കാരണം ആൾക്കാർ മുഴുവൻ നിൽക്കുക. ഇനി ആരും കാണാതെ പോയാലും കാട്ടിൽ വഴിയില്ലാത്തടത്ത് ഇവൻ 4 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പം ചെറിയൊരു വഴിയെങ്കിലും അവിടെ വരും, പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തമ്പുരാൻ എന്ത് ചെയ്യുന്നറിയാവോ? തമ്പുരാൻ പറഞ്ഞു, എൻ്റെ ഭക്തന് ആഹാരം കൊടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു, പക്ഷെ അത് മനുഷ്യൻ്റെ സഹായമില്ല. അതിന് ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? കാക്കയെ അപ്പോയിൻമെൻ്റ് ചെയ്തു. അന്നേരം കാക്കയ്ക്ക് വഴി വെട്ടണ്ടല്ലോ, കാക്ക ആരുടെയും ദൃഷ്ടിപ്പെടത്തില്ല. ഈ ബ്ലാഞ്ചസ്റ്റൗണിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ജോബിയുടെ വീട്ടിലോട്ട് പോകുമ്പോൾ 3 ഡ്രോണിലൂടെ എന്നോട് പറഞ്ഞു, അത് ഫുഡ് കൊടുക്കുന്ന കണ്ടായിരുന്നു. അത് സ്തോത്രം. ജസ്റ്റ് ഈറ്റിന് പകരം ഡ്രോണിലൂടെ ഫുഡ് കൊടുക്കുന്നെന്ന്. സ്തോത്രം. അല്ലല്ലോ, ട്രാഫിക് ബ്ലോക്ക് ഇല്ല, മനുഷ്യൻ പിടിക്കത്തില്ല, ഒരു പ്രശ്നമില്ല. മേളിൽ കൂടെ പോയി കറക്റ്റ് അഡ്രസ്സിൽ ഫുഡ് കൊടുത്തിട്ട് വരിക. 3-4 ഡ്രോൺ ഈ ബ്ലാഞ്ചസ്റ്റൗണിലുണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ കണ്ടുപിടിച്ച് എനിക്ക് തോന്നി ഏലിയാവിൻ്റെ കാക്കയുടെ പുറകെ പോയ പോക്ക. ഞാൻ വിശ്വാസത്തോടുകൂടി ഒരു വാക്ക് പറയാം. മനുഷ്യൻ നിന്നെ തൊടാതിരിക്കേണ്ടതിന്, നിന്റെ നന്മ ആരും കവരാതിരിക്കേണ്ടതിന്, എനിക്കറിയത്തില്ല. ഇന്ന് പകൽ ഞാൻ ആ വാക്ക് പറയുന്നു, നിന്റെ മറുപടി അടുത്തൊരു വീട്ടിൽ പോകത്തില്ല. നീ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കൈക്കകത്ത് തന്നെ, നീ നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കൈക്കകത്ത് തന്നെ ആ നന്മ വന്നിരിക്കും. ഞാൻ ആരോട് പരിശുദ്ധാത്മാവിൽ ആ ദൂത് പറയുന്നു, നീയാണ് പ്രാർത്ഥിച്ചു തുടങ്ങിയെങ്കിൽ മറുപടി നിന്റെ കൈക്കകത്ത് വരും. നീയാണ് പ്രാർത്ഥിച്ചതെങ്കിൽ നിന്നിലൂടെ തന്നെ. സെരുബാബേലെ, നീയാണ് അടിസ്ഥാനം ഇട്ടതെങ്കിൽ നിന്റെ കൈ തന്നെ, അതിന്റെ പൂർത്തീകരണം നിന്റെ കൈ കൊണ്ട് തന്നെ നടക്കും. ഇന്ന് പകൽ ചിലതിനോട് ദൈവം സംസാരിക്കാൻ വേണ്ടി പോകുന്നു. ഇസ്രായേലിന് ദൈവം വേണ്ടുന്നത് കൊടുക്കും, പക്ഷെ ആദ്യം ദൈവം ഓർഡർ കൊടുക്കുന്ന എവിടെയാണെന്നറിയാമോ? ആകാശത്തിന് ദൈവം ഓർഡർ കൊടുക്കും. ഞാൻ പ്രൊഫറ്റിക്കലി 3 കാര്യം പറഞ്ഞ് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. നിങ്ങൾക്ക് പറയാമെങ്കിൽ വാ തുറന്ന് പറ. എനിക്ക് റിസൾട്ട് വേണ്ടത് ഭൂമിയിൽ നിന്നാണ്, പക്ഷേ അതിനു വേണ്ടി ദൈവം ആദ്യം ആരെ ഓർഡർ ഇടുമെന്നറിയോ? ചേർന്ന് പറഞ്ഞ്, എനിക്ക് വേണ്ടി ദൈവം ആകാശത്ത് ചിലതിനോട് സംസാരിക്കാൻ പോവാ. ആകാശത്ത് ചിലതിനോട് ദൈവം സംസാരിക്കാൻ പോകുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞു, ദാനിയേലിന്റെ പ്രാർത്ഥനയെ തടഞ്ഞു നിർത്തിയ പാഴ്സി പ്രഭുവിനെ വെട്ടിയതിനു ശേഷം മറുപടി വന്നതുപോലെ ഇന്ന് പകൽ പറഞ്ഞു, ചില ആകാശത്തിന്മേൽ ഞാൻ അതിനൊരു ഇൻ്റർപ്രിട്ടേഷൻ പറയാം. ചില ഉന്നത അധികാരികളുടെ മേൽ ദൈവം നിനക്ക് വേണ്ടി ഇടപെടാൻ പോവുകയാണ്. വിശ്വസിക്കാമെങ്കിൽ ആമേൻ പറയുക. ചില അധികാരങ്ങളോട് ദൈവം സംസാരിക്കാൻ വേണ്ടി പോകുന്നു. നിന്റെ ചോദ്യത്തിന് സമാധാനം തരാൻ, നിന്റെ ചോദ്യത്തിന് മറുപടി നൽകാൻ ചില അധികാരങ്ങളോട് ദൈവം ഇടപെടാൻ പോകുന്നെന്ന് ഇന്ന് പകൽ ഈ രാജ്യത്തിൻ്റെ മേൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു. ആകാശം മറുപടി തരും. നിങ്ങൾ ശ്രദ്ധിക്കുക, ആകാശത്തിൽ മറുപടി വരാൻ പോകുന്നു. ആകാശത്തിനകത്തുനിന്ന് മറുപടി വരാൻ പോകുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, ചില ചലനങ്ങൾ പോലും
ഷാറ്റാബ കാറ്റാമ സാന്റാരാബ. പ്രാർത്ഥിച്ചേ. ആകാശം ചില മറുപടി തരാൻ പോകുന്നു. ചില മഴ പെയ്യിക്കാൻ പോകുന്നു. ചില മഴകൾ എനിക്കറിയത്തില്ല, ഇന്ന് പ്രസംഗിക്കാനുള്ളൊരു മൂഡിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ പ്രാർത്ഥിക്കാൻ കർത്താവ് ഭയങ്കരമായിട്ട് എൻ്റെ അകത്ത് ഇങ്ങനെ പ്രേരണ നൽകുന്നു. ആകാശം നിനക്ക് മറുപടി നൽകും. ആകാശം ഭൂമിക്ക് ദൈവം മറുപടി തരാൻ പോകുന്നു യേശുവിൻ്റെ നാമത്തിൽ. രാഖാചാമ. ഞാൻ പ്രോഫസി ചെയ്യുന്നു. ഞാനിത് നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു. സാധാരണ ആകാശമണ്ഡലത്തിൽ കേൾക്കാത്തത് നീ കേൾക്കാൻ പോകുന്നു. ചില അധികാരങ്ങളുടെ കയ്യിൽ ഇതുവരെയും കേൾക്കാത്ത ചില വാക്കുകൾ നീ കേൾക്കാൻ പോകുന്നു. ചില ഫേവറബിൾ ആയിരിക്കുന്ന വാക്കുകൾ, നിനക്ക് സപ്പോർട്ടീവ് ആയിരിക്കുന്ന ചില കാര്യങ്ങൾ ഏതൊക്കെയോ മേഖലകളിൽ നിന്നും പുറത്തോട്ട് വരുന്നു. നിനക്കുള്ള സമാധാനത്തിന് വേണ്ടി ചില കാര്യങ്ങളെ എൻ്റെ ദൈവം അകത്തളങ്ങളിൽ കാമൻ കരുതി വെക്കുന്നു. ലാബ കാറ്റാമ ശൈത പ്രഭാന യേശുവിൻ്റെ നാമത്തെ. കുരുങ്ങിക്കിടക്കുന്ന ചിലതിനെ, ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുന്ന ചിലതിനെ ദൈവം ഈ ദിവസങ്ങളിൽ ആമേൻ ദൈവം ചില അധികാരങ്ങളോട് ഇടപെട്ടിട്ട് അതിനെ പുറത്തു കൊണ്ടുവരാൻ ആകാശത്തിന് ദൈവം മറുപടി കൊടുക്കും. ആകാശം ഭൂമിക്ക് ദൈവം മറുപടി കൊടുക്കും. നീ ആ കൊയ്ത്തിനകത്തോട്ട് പ്രവേശിക്കാൻ പോകുന്നു. ഭൂമി ധാന്യത്തിലൂടെയും വീഞ്ഞിലൂടെയും എണ്ണയിലൂടെയും നിനക്ക് മറുപടി നൽകും. ഇത് 3 മേഖലകളിലെ ബ്ലെസ്സിങ്ങാണ് കാണിക്കുന്നത്. ധാന്യം, ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്. വീഞ്ഞ്, ആമേൻ, സന്തോഷം എന്ന് പറഞ്ഞാൽ മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിൽ വലിയ സന്തോഷം വരാൻ പോകുന്നു. എണ്ണ, ആത്മീയ ബ്ലെസ്സിങ്, സ്പിരിച്വൽ ബ്ലെസ്സിങ്, സാമൂഹികമായിരിക്കുന്ന ബ്ലെസ്സിങ്, ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്. കർത്താവ് ഈ 3 മേഖലകളിൽ നിന്നെ ബ്ലെസ് ചെയ്യും. നിങ്ങൾക്കത് പ്രാപിക്കാൻ പറ്റുമോ? ഒരു ദിവസം ഒന്ന് പ്രാർത്ഥിച്ചേ. ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ്. ദൈവം ചില മറുപടികൾ ഈ ദേശത്തേക്ക് വിടുന്നു. എനിക്ക് ഓരോരുത്തരെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കണമെന്നുണ്ട്. പക്ഷേ ഒരു നിയോഗത്തിനകത്ത് ഞാൻ കയറുന്നതുകൊണ്ട് പറയുന്നു, നിന്റെ വീട് ഈ മാസം സമാധാനം കാണാൻ പോകും. അടുത്ത 20 ദിവസം നീ നോട്ട് ചെയ്തു. അടുത്ത 20 ദിവസത്തിനകത്ത് ചില കാര്യത്തിൻ്റെ മേൽ സമാധാനം വെളിപ്പെടും. ഫെബ്രുവരി മാസം, മാർച്ച് മാസം 1 മുമ്പ്, ഫെബ്രുവരി 28 തീരുന്നതിന് മുമ്പ് ചില ചോദ്യങ്ങൾക്കുള്ള സമാധാനം 23-ലും 22-ലും 21-ലും വർഷങ്ങളായിട്ട് അതിൻ്റെ ഉത്തരം അറിയാം. പക്ഷെ ചില സമാധാനം ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു. നിങ്ങൾ കരങ്ങളൊന്ന് ചേർത്ത് പിടിച്ചേ. കരങ്ങളൊന്ന് ചേർത്ത് പിടിച്ചേ. ദൈവം ആകാശത്തോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. ആകാശത്തോട് ദൈവം ആകാശത്തോട് സംസാരിക്കും. ആകാശത്തോട് ദൈവം സംസാരിക്കും. ആകാശത്തോട്. ആകാശം ഭൂമിക്ക് അധികാരം വിടുന്നു. ഭൂമി നിനക്ക് ലഭിക്കേണ്ട ധാന്യത്തിനോടും വീഞ്ഞിനോടും എണ്ണയോടും പറയുന്നു, തടുത്തു വെക്കരുത്, അടച്ചു വെക്കരുത്, തുറന്നു കൊടുക്കുക. ഭൂമിയുടെ ഉറവുകളെ തുറക്കട്ടെ. ആകാശത്തിന്റെ കണ്ണുകളെ തുറക്കട്ടെ. ഹോളി 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 ശകലകല തുരാഭന ഖതാമസ്മിയ. ഞാൻ ആ വലിയ ദൈവസാന്നിധ്യത്തെ തിരിച്ചറിയുന്നു പ്രിയരെ. ഇത് വെറും വാക്കായിട്ട് നീ കേൾക്കരുത്. സമാധാനം. ചില വീടിനകത്ത് ദൈവം സമാധാനത്തെ ഇടുന്നു. ഈ ഒരു വാക്കും കൂടെ, ആ വീട്ടിനകത്ത് ഇതിനെ സ്വീകരിക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് ആ വീട്ടിനകത്ത് നിൽക്കും. ഈ വചനത്തെ അക്സെപ്റ്റ് ചെയ്യാൻ ഒരാൾ തയ്യാറാണെങ്കിൽ, അങ്ങനെയല്ല വചനം പഠിപ്പിക്കുന്നേ, നീ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടിനകത്ത് എന്ത് പറയണം?
അടുത്ത വേട്, അവിടെ ഒരു സമാധാന പുത്രൻ ഉണ്ടെങ്കിൽ ആ സമാധാനം എന്ത് ചെയ്യും? അതവിടെ നിൽക്കും. അല്ലെങ്കിൽ നീ പോരുമ്പം ഇന്ന് പകൽ ഒരു പ്രോഫറ്റ് നിന്നോട് പ്രവചിക്കാം, പക്ഷെ അതിനെ സ്വീകരിക്കുന്നതാണ് നമ്മുടെ കഴിവ്. അതിനെ റിസീവ് ചെയ്യുക. ജീസസ്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് വീണേ. നിന്റെ വീട്ടിൽ സമാധാനം എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെ വീഴട്ടെ. നീ മറുപടി കേട്ട് ഉത്തരം കേട്ട് മടുത്തില്ലേ? ഓ